ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന്. അപ്പം ഞാൻ കരുതി നമ്മുടെ ലൈഫിലുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയ്സ് വരുമ്പം ചെയ്യാമെന്ന്. അങ്ങനെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ശരിക്കും പറയുകയാണെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ് ചെയ്യുക, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അറിയുന്ന ഒരു രീതി വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ആവുമെന്ന് തന്നെ ഒരു ഡൗട്ടാണ്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങ് ക്ഷമിച്ചേക്കാം. പിന്നെ കമൻ്റായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ജൂലൈ 18 എൻ്റെ മാരേജ് കഴിഞ്ഞ് ഇന്നേക്ക് 15 വർഷം തികയാണ് കേട്ടോ. പരസ്പരം സ്നേഹിച്ചും ഇണങ്ങിയും പിണങ്ങിയും വർഷങ്ങൾ കടന്നു പോയതറിഞ്ഞില്ല. നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുന്ന അത്രയും ടൈമാണ് കേട്ടോ ഈ ഒരു 15 വർഷം എന്ന് പറയുന്നത്. എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. സാധാരണയായിട്ട് ഞാൻ 4:45 ആകുമ്പോൾ എണീക്കുന്നതാണ്. ഇന്നത്തെ ഒരു ദിവസം 5 മണി തന്നെ ആയിട്ടുണ്ട് എണീക്കാൻ. അപ്പോൾ എണീറ്റ് കഴിഞ്ഞ് പിന്നെ നേരെ താഴോട്ട് വന്ന് ഒരു കപ്പ് വെള്ളം കുടിക്കും കേട്ടോ. ആദ്യം തന്നെ ഒരു കപ്പ് നോർമൽ വാട്ടർ കുടിക്കും. എന്നിട്ട് വേഗം അലക്കാനുള്ള ഡ്രസ്സൊക്കെ അലക്കാൻ വേണ്ടി വെക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ കുറച്ച് കട്ടൻ ചായ ആക്കി വെക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു രീതി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് എത്ര പുട്ടുപൊടിയാണ് വേണ്ടത് അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഉപ്പും പൊടിയും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇതാ കൈ കൊണ്ട് അതിൻ്റെ ഒരു എല്ലാ ഭാഗത്തും ഉപ്പെത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പലർക്കും പുട്ടുണ്ടാക്കുമ്പോൾ ഉള്ള ഡൗട്ടാണ് എത്ര വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. എന്താ പറയുക, പുട്ടുപൊടി നല്ല രീതിക്ക് കലക്കി എടുക്കുക കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ അങ്ങനെ നനച്ചെടുക്കാണ്ട് ഇങ്ങനെ കുതിർത്തെടുക്കുക. അപ്പോൾ ഇതാ വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. അതാ ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നനച്ചെടുക്കാൻ. എന്നിട്ടൊരു 20 മിനിറ്റ് അതങ്ങനെ തന്നെ മാറ്റി വെക്കുക. അപ്പോൾ ഇതാ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാനുള്ള ടിഫിൻ ബോക്സ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്നാക്സിനായിട്ട് കൊടുക്കുന്നത് റംബൂട്ടാനാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ റംബൂട്ടാൻ്റെ സീസണാണ്. അപ്പോൾ ഇതാ റംബൂട്ടാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫ്രൂട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രൂട്ടൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റെങ്കിലും വിനാഗിരിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു വെള്ളത്തിലിട്ട് വെക്കുക. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ കലക്കിയിട്ട് ആ ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 2 തവണയെങ്കിലും കഴുകിയിട്ട് വേണം കേട്ടോ കുട്ടികൾക്ക് വെച്ച് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ലഞ്ചിനായിട്ട് കൊടുക്കാൻ പോകുന്നത് ചിക്കൻ മധുഹൂത്താണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ ഇത് 4 ടിഫിനിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കവർ ചെയ്യണമെന്ന് കരുതിയതാണ് കേട്ടോ. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിൽ കൂടെ അത് മൊത്തമായിട്ട് എടുക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. എന്നാലും ആവുന്ന രീതിയിലൊക്കെ ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹൗസ് വൈഫിന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിന്ന് തിരിയാനുള്ള സമയം പോലും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ സൈഡായിട്ട് കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുക്കുംബർ സാലഡാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലുള്ള റൈസൊക്കെ കൊടുത്ത് വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കെച്ചപ്പോ അല്ലെങ്കിൽ മയണൈസൊക്കെ സൈഡായിട്ട് വെച്ച് കൊടുക്കുക. പക്ഷേ മയണൈസൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ലഞ്ചൊക്കെ കഴിക്കുന്ന സമയത്ത് അത് കുറച്ച് മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഇതുപോലുള്ള സാലഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തിയും കൂടാണല്ലോ. അതും കൂടെ കരുതിയിട്ടാണ് ഞാൻ ഈ സാലഡൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 4 പേരുടെയും ടിഫിൻ റെഡിയാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനമാണ്. അപ്പോൾ ഇതാ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ പുട്ടുപൊടിയൊക്കെ നല്ല രീതിക്ക് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലുള്ള വെള്ളം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഒരു സ്പൂൺ എടുത്തിട്ട് ഞാനിതിൽ കാണിച്ച പോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ പുട്ടുപൊടി നനച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ പുട്ടിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും ചിരകിയിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഈ പുട്ടൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടി പോവാണ്. ഇനി ഈ ഒരു പുട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടൈം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം എല്ലാവർക്കും പുട്ടുണ്ടാക്കാനൊക്കെ അറിയാം. എന്നാലും നമ്മുടെ കൂട്ടത്തിൽ അറിയാത്തവരുണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് കേട്ടോ ടൈമൊക്കെ പറഞ്ഞത്. പിന്നെ ഇത് തലേ ദിവസം കുറച്ച് ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ കാണിച്ചു തരാൻ പറ്റുമോ എന്നൊരു ഡൗട്ടാണ്. എന്നാലും സാരമില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ പുട്ടുന്നൊരു പീസ് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്.
നമ്മൾ ചില റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ കിട്ടില്ല, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട്, ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു പുട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു ടൈം കൊണ്ട് ഇതാ നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കൊച്ചുങ്ങൾക്ക് കുടിക്കാനുള്ള കോഫിയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ഗ്ലാസ് ചായ മാറ്റി വെക്കുന്നുണ്ട്. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പണിൻ്റെ ഇടയിൽ ഇതുപോലെ ഒരു ഗ്ലാസ് ചായ കുടിക്കും. ഇനി സമയമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പമാണ് കേട്ടോ ചായ കുടിക്കാറുള്ളത്. ഇനി ചായയും കുടിച്ച് നേരെ കുട്ടികളെ വിളിച്ചുണർത്താൻ വേണ്ടി പോവാണ്. നല്ല മഴയും തണുപ്പും ഒക്കെ കാരണം അവർക്ക് കുളിക്കാനായിട്ട് കുറച്ച് ചുടുവെള്ളം കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. സാധാരണയായിട്ട് സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ അവരുടെ സ്കൂളിലേക്ക് വേണ്ട എല്ലാം സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അതാകുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്നലെ ഞാൻ കുറച്ച് ബിസി ആയ കാരണം ഇന്ന് രാവിലെയാണ് അവരുടെ യൂണിഫോം ഒക്കെ അയൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി പോയേ. അപ്പോൾ ഇതാ നമ്മുടെ കുട്ടികളൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ 4 പേർക്കും ഞാൻ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ എല്ലാവർക്കും ഒരുമിച്ച് വാരി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അവർക്കിഷ്ടം ഒറ്റയ്ക്ക് കഴിക്കാനാണ്. അവർ പറയും കേട്ടോ ഒറ്റയ്ക്ക് താന്നൊക്കെ. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചാൽ അവർ ഒറ്റയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അവരുടെ വയറ് നിറഞ്ഞോ അല്ലെങ്കിൽ അവർ കഴിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് ഡൗട്ടായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് തന്നെ കൊടുക്കണം, എങ്കിലേ എനിക്ക് സമാധാനമാവുള്ളൂ. അപ്പോൾ ഇത് 4 പേരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാനിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ അവരുടെ ഓട്ടോമാമൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അവർക്ക് ഫുഡും കൊടുത്തിട്ട് അവരെ വേഗം ഓട്ടോയിലേക്ക് പറഞ്ഞേക്കും. അപ്പോൾ ഇതാ എല്ലാവരും പോവാണ്, ബായ് ഒക്കെ പറഞ്ഞ് അവർ പോവാണ് കേട്ടോ. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്, ഇതുവരെ തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാനും നല്ല മടിയുണ്ടായിരുന്നു. പക്ഷെ എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ ഈ മഴയത്ത് ഒരു ചൂട് ചായ കുടിച്ചാൽ കിട്ടുന്ന വൈബ് അത് വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ മഴയും നോക്കി ഒരു 5 മിനിറ്റ് സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരുന്നു. എന്നിട്ട് നേരെ നമ്മുടെ കുട്ടികൾ കിടന്ന റൂമിലോട്ട് പോവാണ്. റൂമൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കണം. അപ്പോൾ ഇതാ ടൈം ഇപ്പം 7:10 കഴിഞ്ഞ് 7:15 വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ റൂമൊക്കെ ഒന്ന് നീറ്റാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് റൂമൊക്കെ നീറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു വിട്ടേന്നും കുറച്ച് മധുഹൂത്ത് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. വെറുതെ അതങ്ങ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു കഷ്ണം പുട്ടും കുറച്ച് മധുഹൂത്തും കൂട്ടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ശരിക്കും ഈ രാവിലെ തന്നെ റൈസ് ഐറ്റംസ് കഴിക്കാമെന്ന് പറഞ്ഞത് കുറച്ച് ഇടങ്ങേറുള്ള കാര്യമാണ്. പക്ഷേ ഫുഡ് വേസ്റ്റ് ആക്കുന്ന കാര്യത്തിൽ നോ കോംപ്രമൈസ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റൈസ് ഐറ്റംസ് രാവിലെ തന്നെ കഴിക്കുന്നത്. അപ്പോൾ ഇത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ക്ലോക്കിലോട്ട് നോക്കിയപ്പം ടൈം ഇപ്പം 7:20 ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഈ സമയം ഇപ്പം എങ്ങോട്ടായി പോകുന്നതെന്ന്. ഇതിപ്പോൾ എൻ്റെ പ്രശ്നമാണോ അതോ ടൈമിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ രാത്രി ആകുമ്പോഴേക്കും എത്ര പെട്ടെന്നല്ലേ ടൈം പോണേ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ടേബിളും ക്ലീൻ ചെയ്ത് നേരെ കിച്ചണിലോട്ട് പോയിട്ടുണ്ട്. കിച്ചണിലോട്ട് പോയത് എന്തിനാന്ന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഈ ടിഫിൻ ബോക്സും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കുന്ന ടൈമിൽ നമ്മുടെ കിച്ചൺ ആകെ അലങ്കോലമായിട്ട് കിടക്കായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ രാത്രി ഫ്രിഡ്ജിൽ കുറച്ച് ബിരിയാണിയുടെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു തണുപ്പൊക്കെ വിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ വീട്ടിലും ഇതായിരിക്കും കേട്ടോ കിച്ചൻ്റെ അവസ്ഥ. കണ്ടാൽ വിചാരിക്കും എൻ്റെ പഠിച്ചോനെ ഇതൊക്കെ എപ്പോഴാണ് ഞാൻ ചെയ്ത് തീർക്കാമെന്ന്. പക്ഷെ കാണുന്ന പോലെയല്ലടോ. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഏതൊരു കാര്യവും നമുക്കൊരു 5 മിനിറ്റിൽ കണ്ണടച്ച് തുറക്കുന്നതിൻ്റെ മുൻപ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് കോൺഫിഡൻസ് വേണമെന്നേ ഉള്ളൂ. കിച്ചൺ ഒന്ന് നോക്കിക്കേ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമ്മൾ നേരത്തെ വാഷ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സിൻ്റെ അടുത്തോട്ട് പോകലാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് അത് എന്താ പറയുക ഒലുമ്പാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് ഡ്രയറിലോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ അലക്കുന്ന പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പണിയാണ് കേട്ടോ ഇത്, ഈ വാഷ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വാഷ് ചെയ്യാൻ വേണ്ടി മെഷീനിലിട്ട് കൊടുത്തിട്ടാണ് ഞാൻ ബാക്കി എല്ലാ പണികളും ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രസ്സൊക്കെ കംപ്ലീറ്റ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ബിരിയാണി മസാലയുടെ ആ ഒരു തണുപ്പൊക്കെ നന്നായി വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ചിക്കനിലും അതുപോലെ ഈ ഒരു മസാലയും എല്ലാം കൂടെ അങ്ങ് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിറ്റ് ഔട്ട് ഒന്ന് വൃത്തിയാക്കലാണ് കേട്ടോ.
അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഭാഗം തുടച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഡെയിലി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് എന്തായാലും തുടയ്ക്കും കേട്ടോ. പിന്നെ അകമൊന്നും നമ്മളങ്ങനെ ഡെയിലി തുടയ്ക്കൊന്നുമില്ല, 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ ഒക്കെ തുടയ്ക്കുള്ളൂ. പിന്നെ നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞാൽ ചൂല് ഇതുപോലെ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചൂല് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ നല്ലോണം ഒന്ന് തുടച്ചിട്ട് ഒന്ന് മുറ്റം അടിച്ചു വാരാനുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി ഇതുപോലെ തന്നെ മുറ്റം ഈ ഒരു കാണുന്ന ഒരു ഏരിയ ഡെയിലി അടിച്ചു വരും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിൽ എപ്പോഴും ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ തൊഴിഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ ഇതാ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ് കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഞാൻ കിച്ചണിലോട്ട് പോവാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മസാലയ്ക്ക് റൈസ് റെഡിയാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ദം ബിരിയാണിയാണ്. ഈ ഒരു ബിരിയാണിക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആനിവേഴ്സറി പ്രമാണിച്ചാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് മാത്രം കഴിക്കാനല്ല കേട്ടോ. നമ്മുടെ ചുറ്റിലും ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. അപ്പോൾ അവർക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എനിക്കൊരാഗ്രഹം കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ കൈകൊണ്ട് തന്നെ വെച്ചിട്ട് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കണമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത്. പിന്നെ തലേ ദിവസം മസാല റെഡിയാക്കാനായിട്ട് മമ്മിയും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പണിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഇതുപോലെ തലേ ദിവസം മസാല റെഡിയാക്കി വെക്കാന്നുണ്ടെങ്കിൽ ആ ഒരു ചിക്കനിലൊക്കെ ഈ മസാല നല്ല രീതിക്ക് തന്നെ പിടിച്ച് കിട്ടും കേട്ടോ. അതുമാത്രമല്ല, പിറ്റേ ദിവസം ആകുമ്പം നിങ്ങൾക്ക് ദം ചെയ്തെടുക്കുന്ന ആ ഒരു പണി മാത്രമേ ഉണ്ടാവുള്ളൂ റൈസ് റെഡിയാക്കിയിട്ട്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പണിയും കഴിയും. സാധാരണയായിട്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ മമ്മിയാണ് കേട്ടോ കറി വെക്കലും അതുപോലെ മീൻ പൊരിക്കലും പപ്പടം പൊരിക്കലും ഒക്കെ. അപ്പോൾ ഇന്നിങ്ങനെ ഫുഡ് കൊടുക്കാമെന്ന് ഏറ്റുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ കുക്കിംഗ് മൊത്തമായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഡാഡിയും മമ്മിയും ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ നേരത്തെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രസ്സ് ആറിയിടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത് ആറിയിട്ട ശേഷം ഒന്ന് മുകളിൽ അടിച്ചു വാരാനുണ്ടായിരുന്നു. അത് അടിച്ചു വാരിയ ശേഷം നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഒന്ന് അയൺ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അയൺ ചെയ്ത ശേഷം ബിരിയാണിയുടെ ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളത് പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വിചാരിക്കുന്നത് ഇവിടുന്ന് ഒരു 1 മണിക്ക് ഇറങ്ങാമെന്നാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കുളിച്ച് റെഡിയായി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് എല്ലാവരെയും അറിയിച്ചു വേണോ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ട് വേണോ ചെയ്യാമെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, നമ്മുടെ മനസ്സിൽ നന്മ ഉദ്ദേശിച്ച് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് കാര്യവും നല്ലതായിരിക്കും കേട്ടോ. ഞാൻ തന്നെ ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവാന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പം അതുപോലെ തന്നെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമ്പം ഒരുപാട് പൈസ ഒക്കെ ചിലവാക്കും കേട്ടോ. അത് ആവശ്യത്തിനായിക്കോട്ടെ അനാവശ്യത്തിനായിക്കോട്ടെ എന്തിനാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ളവർ നല്ലെണ്ണം തന്നെ പൈസ ചിലവാക്കും. അപ്പം നിങ്ങളുടെ ലൈഫിൽ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമ്പം ഇതുപോലെ എന്തെങ്കിലും ചെയ്യുക. ഇനിയിപ്പോൾ ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സാധാ ചോറും അതുപോലെ കുറച്ച് ചമ്മന്തിയും അതുപോലെ എന്തെങ്കിലും പൊരിച്ചതും അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതിനും പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് എങ്കിലും കൊടുക്കുക കേട്ടോ. നമ്മൾ കാരണം നമ്മുടെ ഈ ലോകത്ത് ഒരു നേരത്തെ ഭക്ഷണം ഒരാളെങ്കിലും വയറ് നിറച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഫുഡുമായിട്ട് ആദ്യം തന്നെ നമ്മൾ പോയത് ബീച്ചിലോട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവല്ലോ, എൻ്റെ ഈ ഒരു മൊത്തം പണികളും കഴിയുമ്പോഴേക്കും 1:30 ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ കുളിച്ച് മാറ്റി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ 1:30ക്ക് നമ്മൾ ബീച്ചിൽ വന്ന് അവിടെ ഒരു 2-3 പേർക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. ഇന്ന് നല്ല മഴക്കാറുള്ളതുകൊണ്ട് തന്നെ ബീച്ചിൻ്റെ ആ ഒരു സൈഡിൽ ആളുകൾ കുറവായിരുന്നു. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പോയത് തളിക്ഷേത്രത്തിൻ്റെ അവിടേക്കായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു ഫുഡ് കഴിക്കാത്തതായിട്ട്. അങ്ങനെ നമ്മൾ അവർക്കെല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോയപ്പോഴാണ് ഇക്ക പറഞ്ഞത് എൻ്റെ സ്കൂൾ ഇവിടെ അടുത്താണ്, നമുക്ക് അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോവാമെന്ന്. അപ്പോൾ ഞാനും കരുതി ഓക്കെ നമുക്ക് സ്കൂൾ കണ്ടിട്ട് പോകാമല്ലോ എന്ന്. അങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ അടുത്തോട്ട് പോയി. എന്താ പറയുക, നമ്മൾ പഠിച്ച സ്കൂളിലോട്ട് നമ്മൾ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് പോകുമ്പം അത് വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. ഞാനും പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന സ്കൂളിലോട്ട് ഒരു 10-15 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം വല്ലാത്തൊരു ഫീലാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ കണ്ട സ്കൂളും കവർ ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ട് കേട്ടോ. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ ആ ഒരു 7:15 ആ ടൈമിന് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴേക്കും സമയം 3:30 ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമായപ്പോഴേക്കും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മമ്മി അവർക്ക് ഫുഡൊക്കെ വാരിക്കൊടുത്ത് ഹാനിയും ആദിയൊക്കെ ഇതാ സുന്ദരി കുട്ടികളായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർ സ്കൂൾ വിട്ട് വരുമ്പോഴുള്ള ആ ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് കരുതിയതാണ്. പക്ഷേ നമ്മൾ വരുമ്പോഴേക്കും അവർ വീട്ടിലെത്തിയിട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനും ഇക്കയും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. 2 പേർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാളും ഒരുപാട് കഴിച്ചു കിട്ടോ ഇന്ന്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കിറ്റൊക്കെ എടുത്ത് വെച്ച് അവരുടെ ലഞ്ച് ബോക്സൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും അസർ ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രസ്സൊക്കെ നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് അതിന് ശേഷം നമ്മുടെ കുട്ടികളെ ട്യൂഷന് പറഞ്ഞേക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് 4 പേരെയും ട്യൂഷന് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സമയം 4:45 കഴിഞ്ഞിട്ടുണ്ട്. ഞാനും ഇക്കയും കൂടെ ഐഷുവിനൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഫാൻസിയിലോട്ട് പോവാണ് കേട്ടോ. ഫാൻസിയിൽ നിന്ന് കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങി കുട്ടികൾ ട്യൂഷനൊക്കെ വിട്ട് വന്ന ശേഷം നമ്മൾ അനിയൻ്റെ വീട്ടിലോട്ട് പോവാണ്. പിന്നെ ഇന്നത്തെ ദിവസം എൻ്റെ ആനിവേഴ്സറി മാത്രമല്ല നമ്മുടെ ഐഷുവിൻ്റെ ബർത്ത്ഡേ കൂടെയാണ് കേട്ടോ. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എത്തുമ്പോഴേക്കും അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അനിയനും വൈഫും അതുപോലെ മമ്മിയും ഡാഡിയും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ മമ്മീൻ്റെ സ്പെഷ്യൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മമ്മീൻ്റെ സ്പെഷ്യൽ ദം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമുക്ക് സർപ്രൈസ് ആയിട്ട് അവരൊരു കേക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും നമുക്ക് ഫുൾ ഡേ കവർ ചെയ്യാനൊന്നും പറ്റിയില്ല. എന്നാലും എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ ആവുന്ന വിധത്തിൽ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.